اللهم ألهمني رشدي وأعيني من شر نفسي. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചവരിൽ ആദ്യമായി ഷഹീദായ ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷികളായ യാസിർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹു, ഇവരുടെ ഒരു സംഭവം ഹദീസിൽ കാണാം. മക്കയിലെ കാഫിര്യങ്ങൾ, അവിടെയുള്ള ശത്രുക്കൾ ഇവരെ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീനുൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിലത്ത് ചൂടുള്ള മരുഭൂമിയിൽ കിടത്തി അടിക്കുകയും കുന്തം കൊണ്ട് കുത്തുകയും ഒക്കെ ചെയ്ത് അത്ര വലിയ ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ, അന്ന് മുസ്ലിമീങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ശക്തിയുമില്ല. മുസ്ലിമീങ്ങൾ വളരെ കുറഞ്ഞ ആളുകളാണ്. അത് രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചാണ് അധികം പേരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കാൻ യാതൊരു മാർഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, സബറൻ യാ ആല യാസിർ മൗഇദുകുമുൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾക്കുള്ള വാഗ്ദാനം സ്വർഗമാണ്. ഈ ഒരു വാക്ക് സ്വാഭാവികമായി നാം ചിന്തിച്ചാൽ, സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ, ശാരീരികമായി ഒരു മനുഷ്യൻ അങ്ങേയറ്റത്തെ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അതേ ഉപദ്രവത്തിന്റെ പേരിൽ അവർ രണ്ടുപേരും മരണപ്പെടുകയാണ് ചെയ്തത്. അത്ര വലിയ ഒരു മനുഷ്യനെ ജീവൻ കളയുന്ന രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യനോട് ക്ഷമിക്ക് എന്ന് പറയുന്നത് എത്ര അർത്ഥമില്ലായ്മയാണ് എന്ന് ബാഹ്യമായ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവർക്ക് ഈമാനിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായ സ്നേഹത്തിന്റെ ഒരു അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാക്ക് മതിയായിരുന്നു അവർക്ക് അവരുടെ വേദനകൾ മുഴുവൻ മറക്കാൻ. മനുഷ്യൻ സ്നേഹമെന്ന് വാദിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹമെന്ന് മനസ്സിലാക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള സ്നേഹങ്ങളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഒരുപാട് അകലെയുള്ള ആത്മാർത്ഥത നിറഞ്ഞ യഥാർത്ഥ സ്നേഹത്തിന്റെ വളരെ വലിയൊരു ഉദാഹരണമാണിത്. ലോകത്തൊരു പക്ഷേ ഇതിന് സമാനമായ മറ്റൊരു ഉദാഹരണം ലഭിക്കില്ല. ഒരു മനുഷ്യൻ ഉപദ്രവിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, ആ രീതിയിൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ഒരു വാക്ക് മതി എൻ്റെ വേദനകളെല്ലാം എനിക്ക് മറക്കാൻ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഇത് വെറും ഒരു കഥാരൂപത്തിൽ പറയാനല്ലാതെ, അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടി വെറുതെ മനുഷ്യന്റെ ഒരു വാചകമായിട്ട് പറയുന്നതിന് പകരം അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ, ഒരു വാക്കിന്റെ പേരിൽ മുഴുവൻ വേദനയും മറന്നു എന്ന് പറയണമെങ്കിൽ, അത് ഏറ്റവും വലിയ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പേരിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ബന്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്ക് ഉണ്ടായിരുന്ന സ്നേഹത്തിന് ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ മറ്റൊരു ഉദാഹരണം പറയാനില്ല. അത്ര വലിയൊരു ആത്മബന്ധം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു ആത്മബന്ധമാണ് ഈമാനിന്റെ ലക്ഷണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു മനുഷ്യന് സ്വന്തത്തെക്കാൾ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആകാത്തത്തോളം അവൻ മുഅ്മിനാകുകയില്ലെന്നാണ്. അപ്പോൾ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയതുകൊണ്ട് മാത്രമാണ് സ്വന്തം ശരീരം ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് മരണത്തിലേക്ക് പോകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്നുള്ള ആ ഒറ്റ വാക്കിന്റെ പേരിൽ മനുഷ്യന് ക്ഷമിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്നത് അത് ലോകത്തുള്ള എല്ലാത്തിനേക്കാളും അതിലുപരി സ്വന്തം ശരീരത്തെക്കാൾ കൂടുതലായിരിക്കണം എന്നതാണ് സഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും യഥാർത്ഥമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ പിൻപറ്റാൻ